ഹായ്, ഹലോ വെൽക്കം ബാക്ക് ടു ലൈഫ് ലെൻസ് വ്ലോഗ്സ്. അപ്പം ഇന്നത്തെ സ്ഥലം മഞ്ഞുമല. അതെ, മൗണ്ട് റപ്പേഹോ. കാത്തിരുന്ന് മഞ്ഞ് കാണാൻ പോകുന്നു. അവിടെ എന്താ അവസ്ഥ എന്നറിയത്തില്ല. ഇവള് പറയുമായിരുന്നു ചാർലി സിനിമയില് പട്ടി മഞ്ഞ് കാണാൻ പോകുമ്പോ ഉള്ള എക്സൈറ്റ്മെന്റ് പോലെയാണ്. അതെ, അധികം എക്സൈറ്റ്മെന്റ് ഞാൻ കാണിച്ചിട്ട് പോലും ഇല്ല. ഇനി അധികം എക്സൈറ്റ്മെന്റ് കാണിച്ചിട്ട് അവിടെ പോകുമ്പോ മഞ്ഞില്ല, തരിശു ഭൂമിയാണെങ്കിൽ വെറുതെ വിഷമിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. നമ്മുടെ നോർത്ത് ഐലൻഡില് നമുക്കൊരു മഞ്ഞ് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ടോങ്കാരോരോ നാഷണൽ പാർക്കും. അതിന്റെ ഇതായിട്ടുള്ള മൗണ്ട് റപ്പേഹോ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള വോൾക്കാനോ ആണ്. അപ്പൊ അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ എവിടെ നിന്ന് പോകുന്നു? വെല്ലിംഗ്ടണിൽ നിന്ന് 4.5 മണിക്കൂറുണ്ട്. നമ്മുടെ ഫ്രണ്ട്സും ഉണ്ട്. നമ്മൾ 4 ഫാമിലി ഉണ്ട്. നമ്മുടെ കൂടെ ഒരു ഫാമിലി ജോയിൻ ചെയ്യും. അങ്ങനെ ആണ് പ്ലാൻ. അപ്പം നമുക്ക് നോക്കാം. ഫിംഗർ ക്രോസ്ഡ്. ഇഷ്ടംപോലെ മഞ്ഞെനിക്ക് കൈകൊണ്ട് വാരണം, മഞ്ഞിൽ കൂടെ നടക്കണം, കിടന്ന് ഉരുളണം. എനിക്കറിയത്തില്ല, കുറെ ആഗ്രഹമുണ്ട് മഞ്ഞ് കാണണമെന്ന്. ഇതുവരെ മഞ്ഞ് കണ്ടിട്ടില്ല. നമ്മുടെ ഇന്ത്യയിലെ കാശ്മീരിലൊക്കെ നല്ല നല്ല മഞ്ഞുള്ള സ്ഥലം ഉള്ളതാണ്. അതൊക്കെ മിസ് ചെയ്തിട്ടാണ് ഇവിടെ വന്ന് മഞ്ഞ് കാണാൻ നിൽക്കുന്നത്. എന്താവും നോക്കാം. എനിവേ, ലെറ്റ്സ് ഗോ. ഒരു ലോങ് ജേർണിയാണ്. ഞങ്ങളൊരു 1 ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിട്ടുള്ളൂ. എന്നുവെച്ചാൽ എല്ലാവർക്കും വർക്കിങ്ങിന്റെ ഡിഫറൻസും എല്ലാവരും ഉള്ളതുകൊണ്ട് നമുക്കൊന്നും പ്ലാൻ പെട്ടെന്നായിരുന്നു. എന്നുവെച്ചാൽ പെട്ടെന്ന് കഴിഞ്ഞ ദിവസം മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പം അതുകൊണ്ട് ജസ്റ്റ് 1 ഡേ ട്രിപ്പ്, രാവിലെ പോയി ഒരു ലേറ്റ് നൈറ്റ് തിരിച്ചെത്തുക എന്നുള്ള പ്ലാനാണ്. എനിക്ക് നാളെ വർക്ക് ഉണ്ട്. അപ്പോൾ പോയിട്ട് വരാം. സോ ഞങ്ങൾ ഇവിടുന്ന് വെല്ലിംഗ്ടണിൽ തിരിക്കുകയാണ്. ബാക്കി പോകുന്ന വഴി നമുക്ക് കാണാം. സ്റ്റേ ട്യൂൺഡ്. അങ്ങനെ അണ്ണൻ തമ്പി വരണ്ട. അണ്ണൻ തമ്പി ഞങ്ങളുടെ വരുമ്പോ ഫിലിമിലൊക്കെ കേറേണ്ടി വരും. അണ്ണൻ അസുബേബി പോണു. എന്താ ഇവിടെ നടക്കുന്നതെന്ന് അറിയാമോ? ചാർലി സിനിമയിലെ പട്ടീനെ മഞ്ഞ് കാണിക്കാൻ കൊണ്ടുപോകുന്ന അവസ്ഥയാണ്. ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുക. മഞ്ഞ് കണ്ടിട്ടുണ്ടോ ഇതിനു മുന്നേ? എക്സൈറ്റഡ് ആണ്. ഫസ്റ്റ് ടൈം അല്ലേ? നമ്മുടെ നാട്ടില് കാശ്മീർ ഉണ്ടായിട്ടാണ് മഞ്ഞ് കാണാൻ ഇവിടെ വന്നത്. ഞങ്ങളുടെ പ്രേക്ഷകരോട് എന്താ പറയാ? അസുബേബി സെറ്റിൽ ആവുകയാണ് ഇവിടെ. ഇവിടെ ആയതുകൊണ്ട് ഒരുപാട് പണികളുണ്ട്. നാട്ടിലെടുത്ത് മടിയിൽ വെച്ചിട്ട് പോയാൽ മതി. അതല്ല, നാട്ടിലാണ് ഇപ്പൊ 3 ഫാമിലി വണ്ടി കയറിയാണ്. മടിയിലൊക്കെ ലെയർ ചെയ്ത് ഇരുത്തായിരുന്നു. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. മഞ്ഞ് കാണാൻ പോവാം. എക്സൈറ്റഡ് ആണോ? ആണോ? മഞ്ഞ് കാണാലോ. ഇതാണ് ഞങ്ങൾ പറഞ്ഞ ആ 2ാമത്തെ ഫാമിലി. റുമി. Hi guys, are you excited? Yes, I am very excited. അതെ, എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണോന്ന്. I am Hawa and I am the part of their trip. So where are you going today? We're going to Whakapapa. Whakapapa? Yes. അപ്പൊ അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴി ലെവലിലൊന്ന് വണ്ടിയൊന്ന് സൈഡാക്കി ഒരു കോഫി കുടിക്കാനൊക്കെ ആയിട്ട് എല്ലാവരും ഉള്ളിൽ കോഫി പറഞ്ഞിട്ട് നിൽക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ഒരു ഏകദേശം 3 മണിക്കൂറോളം ഇനിയൊരു ഡ്രൈവ് ഉണ്ട്. നല്ല തണുപ്പുണ്ട്. 3 ഡിഗ്രി ആണ് ഇവിടെ. അപ്പോൾ അവിടെ ഇച്ചിരി കൂടെ തണുപ്പുണ്ടായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും ഉള്ളിലാണ്. നല്ല തണുപ്പായതുകൊണ്ട് എല്ലാവരും ഉള്ളിലുണ്ട്. എല്ലാവരും ഉള്ളിൽ കയറിയാണ്. അപ്പോൾ ബാക്കി നമുക്ക് പോകുന്ന വഴി കാണാം. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. സ്നോ ആണ്. അവിടെ ചെന്ന് കഴിയുമ്പോ സ്നോ ഉണ്ടാവും എന്നുള്ള കാര്യം കൂടിയാണ് എല്ലാരും കൂടെ ഒന്ന് അറിയാനുള്ളൂ. അതെ. നല്ല തണുപ്പുണ്ടല്ലേ? നല്ല തണുപ്പാ.
ഇത് നമ്മളിപ്പോ പോകുന്ന നമ്മള് 11 ഏകദേശം 1 മണിക്കൂറായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. വരുന്ന വഴി ജസ്റ്റ് ഒരു കോഫിയൊക്കെ കുടിച്ചു. അതിനുശേഷം പോകുന്ന വഴി ഫുൾ ഫോഗാണ്, വിസിബിലിറ്റി നല്ല മോശമാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോ ഇച്ചിരി വിസിബിലിറ്റി ഉണ്ടായാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് മലയൊന്നും കാണാൻ പറ്റില്ല. എല്ലാവരും ഉണ്ട് പുറകില്, മുദസറും യുനീദൊക്കെ വണ്ടിയിലുണ്ട്, അഫ്സലും നുസും എല്ലാവരും ചില്ലിങ് ആണ്. അടിപൊളിയാണ്. ഫുൾ വൈബ് ഓണാണ്. വൈബ് ഓൺ. ഇവിടെ എന്തോ പരിപാടി? ഇവിടെ ഫ്യൂൽ കേറ്റുവാ. ഫ്യൂൽ ചെയ്യും എല്ലാരും. അതൊന്നും പറയില്ല. ആ മെയിനാള് കുക്കാണ്. ഡംപ്ലിങ്ങിന്റെ ഫീഡ്ബാക്ക്. ഓ വിശേഷം അതിനുണ്ട്, തണുപ്പൊക്കെ നല്ല രസമുണ്ട്. ഇവിടെ തീറ്റ തുടങ്ങാൻ പോവാണ്. പപ്സ്, ഹോം മെയ്ഡ് പപ്സ്. ഇതിനെ മിഠായി. കൊച്ചിന് കുറച്ച് സ്നാക്സ്. അപ്പൊ അങ്ങനെ നമ്മൾ പോകുന്ന വഴി നമ്മളൊരു ലുക്കൗട്ട് പോയിന്റ് കണ്ടു. റൗഖാവ ഫോൾസ് അങ്ങനെയാണെന്ന് തോന്നി പ്രൊനൗൺസ് ചെയ്യുക. അപ്പൊ അങ്ങോട്ട് എത്തി, ചെറിയ ലുക്കൗട്ട്. ഒന്ന് പോയി നോക്കാം. തണുപ്പുണ്ടല്ലേ? തണുപ്പുണ്ട്. നല്ല തണുപ്പുണ്ട്. അതെ അതെ. നമുക്ക് മറ്റേ ഷീപ്പ് ഡിറ്റക്റ്റീവിലുള്ള ഷീപ്പിന്റെ അടുത്ത് ചോദിച്ചു നോക്കാം. ടയർഡാണ്. ഫോട്ടോ എടുക്കുന്ന കാര്യം ആലോചിച്ചാൽ മതി. അന്നേരം പിന്നെ പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. ആളാണ് പണ്ട്, അതിലാണ് പണ്ട്. റൈറ്റിലൊരു മല കാണാം. അതുപോലെ തന്നെ നമുക്ക് ലെഫ്റ്റില് പ്രോപ്പർ ആയിട്ട് വോൾക്കാനിക് മൗണ്ടൻ കാണാം. അതിന്റെ ക്രേറ്റർ ആണ് ആ മുകളിൽ കാണുന്നത്. അതുകൊണ്ട് നമുക്കൊരു മൗണ്ട് ഫുജിനെ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതെ, ഒരു മിനി മൗണ്ട് ഫുജിയാണ് കാണുന്നത്. നമുക്ക് മൗണ്ട് ഫുജി പോകാത്തതുകൊണ്ട് നമുക്ക് ന്യൂസിലാൻഡിലെ മൗണ്ട് ഫുജി നമുക്ക് അങ്ങനെ വോൾക്കാനോണത് സ്റ്റിൽ ആക്റ്റീവ് ആയിട്ടുള്ളതാണ്. അപ്പൊ നമ്മള് ഈ മഞ്ഞ് മലകളുടെ നടുക്കൂടാണ് പോകുന്നത്. ഇപ്പൊ ഇതുവരെ നമ്മൾ പോകുന്ന വഴിയിൽ മഞ്ഞുമല കണ്ടിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം ആ മഞ്ഞുമലയിലേക്കൊരു യാത്ര. പെട്ടു ജാങ്കോ പെട്ടു.
നമ്മള് മൗണ്ടൈന്റെ ബേസ് വരെ വന്നപ്പോഴത്തേക്ക് ഹെവി ട്രാഫിക് ആണ്. അതുകൊണ്ടാണ് ഇവരൊക്കെ ഇനി ഓപ്പൺ ചെയ്യുമ്പോ ഇവര് എടുത്തുകൊണ്ട് പോകും. അതെ അതെ, പാർക്കിംഗ് ഫുൾ ആയത് കൊണ്ടിട്ട് നമ്മളെ വണ്ടിക്ക് എടുത്തോണ്ടാ പറ്റില്ലല്ലോ. അതല്ല റീറൂട്ട് ചെയ്ത് വിടുവാണ്. എത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് അറിയില്ല. ഹെവി ട്രാഫിക് ആണ്. അങ്ങനെ ഞങ്ങള് മണിക്കൂറുകളുടെ യജ്ഞത്തിന് ശേഷം നമ്മളെ അവിടെ ക്ലോസ് ചെയ്ത് വെച്ചു. അത് ഞങ്ങൾ അവിടെ കുറെ നേരം വെയിറ്റ് ചെയ്തു. ലൂപ്പ് അടിച്ച് നമ്മളിങ്ങനെ യു ടേൺ ചെയ്തുകൊണ്ടേയിരുന്നു. അല്ല, ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഒരിക്കലും സ്കൂൾ ഹോളിഡേസിൽ വരാതിരിക്കുക. പബ്ലിക് ഹോളിഡേസ് അങ്ങനെ ലോങ് വീക്കെൻഡ്സിലൊന്നും വരാതിരിക്കുക. ഫുള്ള് തിരക്കായിരിക്കും. അങ്ങനെ ഞങ്ങൾ ലൂപ്പ് അടിച്ച് യു ടേൺ എടുത്തോണ്ടിരുന്നു. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഒന്ന് ഓപ്പൺ ചെയ്തു. അഫ്സല് ചവിട്ടി വിട്ടു. അഫ്സല് സംയോജിതമായി ഇടപെട്ടത് കൊണ്ടിട്ട് ഞങ്ങൾ ഇപ്പോ കിട്ടാനാണ്. കാർ പാർക്കാണോ? ഇവിടെ ഇട്ടാലോടാ. കിട്ടണോടത്ത് പൂശ. പിന്നെ മുകളിലെ കുറിച്ച് നടക്കാനുള്ളത്. അതായത് ഞങ്ങളുടെ ഷാറൂഖ് ഖാനും ഷാറൂഖ് ഖാന്റെ ഭാര്യയും മെയിൻ ആള്. I'm your biggest fan. Can I have a photo, please? Of course. Yeah, you can. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കാണാറുണ്ടോ? കാണാറുണ്ട്. ഇഷ്ടമാണോ? ഓക്കെ. ഒരുപാട് മഞ്ഞൊന്നും ഇല്ല. ജസ്റ്റ് മേലെ പോയി ഗൊണ്ടോളയിൽ പോയി നമുക്ക് റൈഡൊക്കെ നടത്തി ഒരു കുറച്ച് റീലൊക്കെ എടുത്ത് കുറച്ച് ഷോ ഒക്കെ കാണിക്കാം. എന്താണ് റൂമി, ഷോ കാണിക്കുമല്ലേ? ഫസ്റ്റ് ടച്ച് ഓഫ് ഐസ്. ഐസ് സ്നോ അല്ല, ഐസേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ ഐസാണ് കണ്ടേക്കുന്നത്. നമ്മള് പ്രതീക്ഷിച്ച അത്രയും ഇല്ല. ഡേ ബിഫോർ യെസ്റ്റർഡേ ഫുള്ള് സ്നോഫാൾ ആയിരുന്നു. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്ത അത്രയും ഐസ് ഇപ്പൊ ഇല്ല. ഒരുപാട് ടോപ്പിലോട്ടാണ് ഐസ് ഒരുപാട് കാണുന്നത്. അപ്പൊ നമ്മള് കാർ പാർക്കില് വണ്ടി ഇട്ടതിന് ശേഷം മുകളിലോട്ട് കുറച്ച് നടക്കാനുണ്ട്. അപ്പോ മൊത്തത്തിലൊരു കുറച്ച് പാച്ചി സ്നോ അത്രേ ഉള്ളൂ, അല്ലാതെ ഒരുപാടൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ഫക്കപ്പാപ്പ മറ്റേ ഗൊണ്ടോളയുടെ എൻട്രൻസിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. യൂഷ്വലി ഇവിടെയൊക്കെ മഞ്ഞുണ്ടാവാറുള്ളതാണ്. അപ്പോൾ അന്നേരം വരുമ്പോൾ റോഡുകൾ പലതും ക്ലോസ്ഡ് ആയിരിക്കും. പിന്നെ ഭാഗ്യം കൊണ്ടൊക്കെ നമുക്ക് കറക്റ്റ് എത്താൻ പറ്റി. അല്ലെങ്കിൽ ഇനി ഇന്നിവിടെ താമസിച്ചിട്ട് വേണമായിരുന്നു നാളെ പോണെങ്കിൽ. നമ്മൾ സാഹസികമായി നമ്മുടെ ഡ്രൈവർ കണ്ണാപ്പി സ്പോൾബർഗ് അവർ തന്ന ഓപ്ഷൻസ് ഒന്നുകിലും നമ്മൾ ഒരുപാട് ബാക്കിലേക്ക് പോയിട്ട് നമ്മൾ ഷട്ടിലെടുത്ത് വരാനായിരുന്നു. അതിൽ അവർ ഒട്ടും അഷ്വറൻസ് ആയിരുന്നില്ലായിരുന്നു. അതിനുശേഷം അവർ പറഞ്ഞ ഓപ്ഷൻ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ മോർണിംഗ് വരാൻ. പക്ഷെ നമ്മളതെല്ലാം തരണം ചെയ്തു. പോകുന്നത് ഇവിടുന്ന് താഴ്ത്തുനിന്ന് നമുക്ക് ഷട്ടിൽ സർവീസ് ആയിട്ട് അവൈലബിൾ ആയിട്ട് നമ്മൾ കൊണ്ടുപോകുന്നേ. നമ്മളങ്ങനെ പതുക്കെ നടന്ന് ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. കാർ പാർക്ക് കഴിഞ്ഞിട്ട് കുറേ നടന്നാലാണ് നമുക്ക് എൻട്രി പോയിന്റിലോട്ട് എത്താൻ പറ്റുള്ളൂ. ഇത്ര തിരക്കായതുകൊണ്ട് പാർക്കിങ് അൺഅവൈലബിൾ ആയതുകൊണ്ട് ഉള്ള പ്രശ്നം. ഇവിടെ നമുക്ക് കൊണ്ടോള റൈഡൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും. പക്ഷെ ഒരുപാട് ദൂരമുണ്ട് നടക്കണം. സ്കീയിങ് ഏരിയ. പക്ഷെ നമുക്ക് സ്കീയിങ്ങിന്റെയും കുറെ റൈഡ്സ് ഒക്കെ ഉണ്ടായി. അതെല്ലാം സോൾഡ് ഔട്ട് ആയിരുന്നു. അതും ഒരു സ്പെസിഫിക് ടൈമിൽ നമുക്ക് എപ്പോൾ വരാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ ജാക്കറ്റ് പോലും ഇടണ്ട എന്ന് കരുതി. തണുപ്പുണ്ട്. പക്ഷെ തണുപ്പുണ്ട്. ഇനി ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാറ്റ് പോലെ എന്തെങ്കിലും വീശാണെങ്കിൽ ഇച്ചിരി തണുപ്പ് ഇന്റൻസിറ്റി ഫീൽ ചെയ്യും. സെറ്റിലായ ഐസ് ഉണ്ട്. കട്ടിയായാണ്. ആളുകളൊക്കെ സ്കീ ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളൊക്കെ ആയിട്ട് പോവാണ്, പിള്ളേരും എല്ലാവരും. അങ്ങനെ നമ്മൾ ഫൈനലി നടന്ന് ഫക്കപ്പാപ്പ ഹോം ഓഫ് സ്കൈ വെക്കാന്നും പറഞ്ഞ് മെയിൻ അതിൻ്റെ എൻട്രൻസിൻ്റെ അങ്ങോട്ട് എത്തി.
ഈ കാണുന്ന സൂര്യനൊക്കെ വെറുതെ നിൽക്കുക, നല്ല തണുപ്പുണ്ട്. പോകുന്നുണ്ടോ പോക? ഞങ്ങളിങ്ങനെ ഗൊണ്ടോള കയറാൻ പോവാണ്. അവിടെയാണ് ഗൊണ്ടോള റൈഡിൽ കയറാൻ പോവാണ്. ഞാൻ പറയായിരുന്നു വെയിൽ കാരണം ഇനി ഐസ് വല്ലതും അലിഞ്ഞു പോകുന്നതിന് മുന്നേ നമുക്ക് കയറാമെന്ന്. ഒരുപാട് കാലത്തെ ആഗ്രഹം, സ്വപ്നം, മഞ്ഞ് ചവിട്ടുക. ഇങ്ങനെ ഞാൻ മഞ്ഞ് ചവിട്ടിയിരിക്കുന്നു. ഇതിപ്പോൾ മഞ്ഞ് നല്ല കട്ടിയായിട്ട് സെറ്റിലായി നിൽക്കുന്ന മഞ്ഞ. പക്ഷെ മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഫ്രഷ് മഞ്ഞുണ്ടാവും. നമ്മള് കേറി, നമ്മള് ടീമാ. ഫ്രഷ് സ്നോ കിട്ടി. പക്ഷെ എന്റെ സങ്കല്പത്തിൽ ഇങ്ങനെ ചവിട്ടിയാ കുഴിഞ്ഞു പോകുന്ന സ്നോയാണ് വേണ്ടത്. ചവിട്ടിട്ട് കുഴിയുന്നില്ല. മതി ഇത്. അതെ ഒരാളത് ഇവിടെ റുമിയുടെ പരിപാടികളൊക്കെ തുടങ്ങി. മഞ്ഞ് വാരുക, മഞ്ഞെറിയുക. ഇതെന്നെ കുളിക്കുന്നോ? എന്റെ മേത്ത് കയറിയത് കേട്ടോ. എന്നതാ പാർട്ടി മാസി അവിടെ വലിയ മാസിനെയും കൊണ്ട് എടുക്കാൻ പറ്റൂലാത്ത. ഡെസ്റ്റിനേഷൻ കഴിഞ്ഞു. ഇനി ഞങ്ങളൊന്ന് ഫ്യൂവൽ അപ്പ് ചെയ്തിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകും. അതെ, എന്തായാലും ഖാന പീന. അപ്പൊ അങ്ങനെ നമ്മള് റക്പേഹു ട്രിപ്പ് പരിപാടി അടിപൊളിയാക്കി കളറാക്കിയില്ലേ? അപ്പൊ see you next time റക്പേഹു. പറഞ്ഞോ. ഞങ്ങളുടെ ഫൈൻ ഡൈനിങ് നീ കഴിച്ചോ, ഇന്ന് ഞാൻ കഴിച്ചോളാം, പിന്നെ കഴിച്ചോളാം. അതാ ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നു മാക്കം കുത്തി കയറുന്നു.
ട്രിപ്പിന്റെ സമാപ്തി. അങ്ങനെ പോവുക. പാക്കപ്പ് ഡൺ. ഭക്ഷണവും കഴിച്ചു. നേരെ തിരിച്ച് Back to വെല്ലിംഗ്ടൺ. വേറെ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ സമയമായി, ഇനിയിപ്പോ ഇരുട്ടാവും. സമയമായി. പിന്നെ എല്ലാ ആക്ടിവിറ്റീസും അവിടെയും സോൾഡ് ഔട്ട് ആണ്. പിന്നെ അവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല, അത്രയ്ക്കുള്ള മഞ്ഞില്ല നമ്മൾ എക്സ്പെക്ട് ചെയ്തതായിട്ട്. ഈ ട്രിപ്പിന്റെ പരിപാടി തീർന്നു. പാക്കപ്പ്. ഇനി നേരെ ഇവിടുന്ന് ഇന്ന് വേറൊരു പ്ലാനോടെ ഉണ്ടായിരുന്നു, പക്ഷെ എന്താണെന്ന് വെച്ചാൽ വെതറും തണുപ്പായി തുടങ്ങി, ഇരുട്ടായി, സൺസെറ്റ് ആവാറായി. സോ ഞങ്ങൾ ഈ മൗണ്ട് റെപ്പേഹുല ഏത് മൗണ്ടൈനാണെന്നൊന്നും അറിയില്ല, ഏതൊരു മൗണ്ടൈൻ, മൗണ്ട് റെപ്പേഹു ഐ തിങ്ക്. സോ വി സൈനിങ് ഓഫ് ഫ്രം ലൈഫ് ലൈൻസ് വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ വ്ളോഗ്സ് കണ്ടിട്ടില്ലെങ്കിൽ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കമന്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് പറയുക. അടുത്ത ട്രിപ്പും കൊണ്ട് വരുന്നതായിരിക്കും. ആദ്യമായിട്ട് സ്നോ കാണണം എന്നും പറഞ്ഞ് ആഗ്രഹിച്ചിരുന്ന സ്നോ കണ്ട ഒരാൾക്ക് ഈ ചെറിയൊരു പീസ് വരെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമുക്ക് ഫ്രീസറിൽ നിന്ന് വാരി എടുക്കാൻ പറ്റുന്ന പീസേ ഉള്ളൂ ഇത്, പക്ഷെ ഇത് എടുത്തത് ഇവിടുന്ന് ആവുമ്പോഴോ